അനശ്വരാൻ്റെ ആഷിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഈ ചാക്കിൽ എന്താണെന്ന് അറിയാമോ? ഞാൻ നേരത്തെ മാർഷ്മെല്ലോയുടെ വീഡിയോ ഇട്ടപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യണ സാധനം അൺബോക്സിങ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇത് മൊത്തം ആ സാധനങ്ങളാണ്. അപ്പം നമുക്കത് ഓരോന്നോരോന്നായി അൺബോക്സിങ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ മുത്തുമണി ബാഗാണ്. ഇതാണ് ബാഗ്. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. അതിൻ്റെ ഫ്രണ്ട് കണ്ടു. ഇതാണ് ബാഗിൻ്റെ ഫ്രണ്ട്. അപ്പൊ ഇതിന് വില വരുന്നത് 2900 രൂപയാണ്. ഓഫർ വന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അത് 650 വേറെ കണ്ടുമാണ് ഓഫറുണ്ട്. 2900 രൂപയുടെ ബാഗാണ് ഗൈസ് ഇത്. ഒരു റെയിൻ കോട്ടുള്ള ബാഗ് ഉണ്ടായിരുന്നു, അതിന് 5000-ൻ്റെ മേളിൽ വരും. അപ്പം അറുന്നൂറ്റമ്പത് ഡിസ്കൗണ്ട് 650 ഡിസ്കൗണ്ടാണ് കേട്ടോ. യോ ഒരേന്ന് ഞാൻ കാണിച്ചു തരാമേ. ആദ്യത്തത് ഈ 2 കട്ടറാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു ടൈപ്പ് കട്ടറാണ്. ഇതിൻ്റെ ഇവിടെ കൂർമ്മിച്ചിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും വെക്കാം. അങ്ങനത്തെ ഒരു കട്ടറാണ് ഇത്. വട്ടത്തിൽ പല ഷേപ്പിൽ ലോഡാണ് കേട്ടോ. ടെഡി ബിയറിൻ്റെ പുറകെ കട്ടർ, അതിൻ്റെ അവിടെ റബ്ബർ. അങ്ങനെ ഞാൻ 2 കളർ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രീനും ഒന്ന് ബ്ലൂവും. ബാഗിൻ്റെ ഒരു ഷെയ്ഡാണ് ഈ കട്ടർ. ബാഗിൻ്റെ കളർ ഗ്രീനും ബ്ലൂ ആണ്. അത് തന്നെയാണ് ഇത്. പിന്നെ ബാഗിൻ്റെ ഉള്ളിൽ ബ്ലൂ ആണ് കേട്ടോ. കാണാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ഞാൻ അതൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ 3 ലവ് ഷേപ്പിലത്തെ ഒരു ഇതാണ് റബ്ബർ എറേസർ എന്ന് പറയാം. ഇത് റബ്ബറാണ്. അപ്പം ഇത് ഞാൻ 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. കട്ടർ 2 എണ്ണം, റബ്ബർ അത്യാവശ്യമുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് 5th ആയതുകൊണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ റബ്ബർ എക്സ്ട്രാ കിട്ടും. പിന്നെ ഞാൻ പെൻസിലിൻ്റെ ഒരു റബ്ബറുണ്ട്, പിന്നെ പെൻസിലിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ റബ്ബറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം റബ്ബർ കിട്ടും. അപ്പം ഞാൻ 3 ലവ് ഷേപ്പിലത്തെയാണ്, അല്ലാതെ മേടിച്ച് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. നെയിം സ്ലിപ്പില്ലാതെ പിന്നെ എന്ത് സ്കൂളിലോട്ട് പോകും? അപ്പം ഞാൻ എന്താണ് മിക്കി മൗസിൻ്റെയും പിന്നെ പാൻഡയുടെയും പിന്നെ വേറെ സ്പോഞ്ചിൻ്റെയും പിന്നെ ഒരു ക്യൂട്ട് പിഗിൻ്റെയും പിന്നെ ഒരു ഫോക്സിൻ്റെയും ഒരു ടൈഗറിൻ്റെയും പിന്നെ ടോം ആൻഡ് ജെറിയുടെ ഒരു ക്യാരക്ടേഴ്സാണ്. ടോട്ടൽ 16 ഉണ്ട്. പിന്നെ ഒരു നെയിം സ്ലിപ്പും കൂടി ഉണ്ട്. ടോട്ടൽ 32 ഉണ്ട്. അതും അത് തന്നെയാണ് കേട്ടോ. 32 ഒരെണ്ണത്തിൽ 16. അപ്പം ടോട്ടൽ 32. അടുത്തതായി നമ്മുടെ ബുക്ക് സെക്ഷനും
പെൻസിൽ സെക്ഷനൊക്കെയാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പെൻസിൽ തന്നെ നോക്കാം. അൺബോക്സിങ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു സ്വീറ്റ് ടൈമാണ്. സ്വീറ്റിൻ്റെ ഒരു ഇതാണ്. 12 പെൻസിൽ സെറ്റ് ഉണ്ട്. HB ആണ് കേട്ടോ. ഇതാണ് സാധനം. അപ്പോൾ ഇതിന് വില വന്ന 140 അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. ഇതാണ് പെൻസിൽ. പിന്നെ എനിക്ക് ഈ പെൻസിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ കാണുമ്പോൾ നല്ല ഇതുണ്ട്, പല കളറുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്ന ഒരു റബ്ബർ ഞാൻ കാണിച്ചു തരാം. അത് എനിക്കിപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ഐസ്ക്രീം ടീമിലത്തെ റബ്ബറാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വർക്ക് തന്നെയാണ് കേട്ടോ. റുപ്പീസ്, നമ്മൾ ഉദ്ദേശിച്ച റുപ്പീസിന് വർക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അത് ഐസ്ക്രീമിൻ്റെ റേസർ. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ കാണിച്ചു തരാം. അതൊക്കെ ഉപയോഗിക്കില്ലേ സ്കൂളിലൊക്കെ പോകുമ്പോൾ. ഇത് നമുക്ക് 2 എണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഐസ്ക്രീമിൻ്റെ ഇത്. നല്ല ക്യൂട്ടല്ലേ. ഇതിൻ്റെ പിങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതാണ് ആദ്യം എടുത്തത്. അപ്പം ഇനി എടുക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ മേടിച്ചത്. ആദ്യം ബ്ലൂ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് പിങ്ക് ഉണ്ടായിരുന്നു. പിങ്ക് ഏറ്റവും അവസാനം ആയതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. പിന്നെ ഈ പെൻസിലാണ്. പെൻസിൽ ഏകദേശം ഒരു 12 സെറ്റ് ഉണ്ടാവും ഒരെണ്ണത്തിൽ. പിന്നെ ഞാൻ ഈ ഒരു പേനയാണ് വാങ്ങിച്ചത്. ഒരെണ്ണത്തിൽ 10 സെറ്റ് ഉള്ളത്. ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല ഇതുണ്ടോ. ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെന്നാണ്. നന്നായിട്ട് 10 രൂപയേ ഉള്ളൂ കേട്ടോ. 10 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരെണ്ണത്തിനാണെന്ന് തോന്നുന്നു. പിന്നെ 100 രൂപ മണ്ണുണ്ട്. ഈ 10 രൂപയാണോ 100 രൂപയാണോ എന്ന് ശരിക്കും വില എനിക്കറിയാൻ പറ്റില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കറുപ്പ്. അപ്പം ഞാൻ അതാണ് ഇത് മേടിച്ചത്. പിന്നെയാണ് നമ്മുടെ ഇത്. അത് പേന തന്നെയാണ് കേട്ടോ. ക്ലാസ് ജെല്ലിൻ്റെ ഒരു പേനയാണ്. വാട്ടർ പ്രൂഫാണ് കേട്ടോ. 10 രൂപയാണ് ഒരെണ്ണത്തിന്. 10 രൂപ. അപ്പം അതിനും 10 രൂപ എടുത്തെണ്ണത്തിന്. പിന്നെ 100 രൂപയാണ് എല്ലാത്തിനും കൂടി. രണ്ടിനും 100 രൂപയാണ് കേട്ടോ ശരിക്കുള്ള വില, എല്ലാത്തിനും കൂടി കൂട്ടിയിട്ട്. പിന്നെ നമ്മുടെ കുട. നല്ല രസമാണ് കേട്ടോ ഈ കുട കാണാൻ. അത്യാവശ്യം നല്ല കുടയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. കാണിച്ചത് ഇതാണ് എനിക്ക് കൂടെ ഇഷ്ടപ്പെടുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഓരോരുത്തരുടെ ഇത് ആയിട്ട് കുറേയൊക്കെ മടക്കി വെച്ചിട്ടാണ് നമ്മൾ സ്ഥിരം ചെയ്യണം. ഞാൻ പോയ കടയിലെല്ലാം ഉള്ളത് കൊണ്ട് വേറെ കട ഇങ്ങനെ എണ്ണി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പോയൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു കടയാണ്. ഏകദേശം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ. എന്നാലും അവിടെ മൊത്തം സ്കൂൾ സപ്ലൈസ് ആണ് മൊത്തം. വേറെ ഒന്നുമില്ല കേട്ടോ. സ്കൂൾ സാധനങ്ങൾ മാത്രം. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ അല്ലേ. അപ്പം എല്ലാവരും ഇപ്പം സ്കൂളിലത്തെ സാധനങ്ങളാണ് കൂടുതലും. സ്കൂളിലത്തെ സാധനങ്ങളുള്ള കടയാണ് കൂടുതലും. ബാക്ക് ടു സ്കൂളിലാരും ഇപ്പം ഈ ജൂൺ കുറച്ച് ദിവസം കൂടി ഉള്ളു. 3-ാം തീയതി സ്കൂൾ തുറക്കും. അപ്പം ഞാൻ ജൂൺ 2-ാം തീയതി എല്ലാം പ്രിപ്പയർ ചെയ്യണം കാണിച്ചു തരാം.
ബോട്ടിൽ കാണിക്കണം, പിന്നെ കുറേ സാധനം കാണിക്കണം. ഇനി നമുക്ക് വന്നത് രണ്ട് ബോക്സാണ്. അത് ഞാൻ ഏറ്റവും അവസാനം കാണിച്ചു തരാം. പിന്നെ നമുക്ക് ബുക്സാണ്. ഇത് അത്യാവശ്യം നമ്മുടെ നോർമൽ ബുക്കാണ്. നോക്കട്ടെ, ഇതിൻ്റെ അകത്ത് നോർമൽ ബുക്ക് അല്ലാതെ വല്ല 4 ലൈനോ 2 ലൈനോ വല്ല ഉണ്ടാകും. ഇത് മാത്സ് ആണ് കേട്ടോ. സാധാരണ മാത്സ് ഒക്കെ വര ഇടാത്ത ബുക്കാണ്. ഞാൻ മേടിച്ചത് എടുത്താൽ ഇതാണ്. സ്കൂളത്തെ ടെസ്റ്റ് തന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ ബുക്ക് മേടിച്ചു. ഏകദേശം 1 2 3 4 5 ഇത് 5 എണ്ണമാണ് ഈ ബുക്ക് മൊത്തം. പിന്നെ വേറെ സ്ഥലത്തിന് ബുക്ക് തന്നെയുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടുമ്പോൾ ഇത്തിരി കൂടി കൊടുക്കും. ഇതൊരു സെറ്റായിട്ടാണ് മേടിച്ചത്. ഇത് പല കളറുണ്ട് കേട്ടോ. എന്താണ്, ഒരു പിങ്ക്, ബ്ലൂ, ഗ്രീന്, യെല്ലോ, പിന്നെ പിങ്ക്, 3 കളറാണ്. ഇത് ഏതാന്ന് വരയിടാമെന്ന് അറിയാൻ മേല. ഇപ്പം ഇത് എത്ര ഉണ്ടോ നോക്കട്ടെ. 5 6 7 8 9 10 11 12 13 14 15 16 17. അപ്പം ആ 5ഉം ഇതും കൂടി കൂട്ടുമ്പോൾ അപ്പം 17 ബുക്സാണ്. ഒരുപാട്. അപ്പം നെയിം സ്ലിപ്പ് മിച്ചം വരും. അപ്പം ടെക്സ്റ്റ് ബുക്കിനൊക്കെ തിരിഞ്ഞ് വരും. അപ്പം 17 ബുക്കുണ്ട് ഞാൻ കൂടി കൂട്ടിയപ്പോൾ. ഇത് നമ്മുടെ മെയിൻ ഇത് ബോക്സാണ്. ഇത് ഞാൻ വെറുതെ മേടിച്ചതല്ല. ഇത് ഞാൻ വെച്ചാൽ 5ാം ക്ലാസ്സിലാണെങ്കിലും എന്തിനാന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഇത് ഞാൻ മേടിച്ചതിൻ്റെ കാരണം പെന്നും പെൻസിലൊക്കെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ റബ്ബർ ഇതൊക്കെ വെക്കാനായിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ ഇത് കണ്ടോ, ഈ സാധനത്തിൽ നമ്മളിവിടെ നെക്കുമ്പോൾ നമുക്ക് ഇത് തുറന്നു വരും. നമുക്ക് ഇവിടെ സാധനം വെച്ചിട്ട് അടച്ചിട്ട് ഇവിടെ നിൽക്കാം. ഓക്കെ, അടുത്തത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. മിക്കവർക്കും അറിയാമായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതിൽ വിത്ത് എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ യെല്ലോ ആണ് മേടിച്ചത്. സാധാരണ എല്ലാവരും മറ്റേ ഇത് ക്യാമലിൻ്റെ ആണ് മേടിക്കാറ്. ഞാൻ ഇപ്രാവശ്യം വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ജോമസ്ട്രി ബോക്സ് അയ്യോ അതന്നെ പോയി. അപ്പം ഞാൻ പറഞ്ഞ ആ സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനമാണ്. അപ്പം ഇതെന്നാ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ കവറിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ വെച്ചിട്ട് പെൻസിലയിൽ വെച്ച് നമ്മുടെ ഈ സാധനമില്ലേ, ഈ സാധനത്തിൻ്റെ ഉള്ളി വെച്ചിട്ട് അങ്ങനെ കറക്കാനാണ്. അങ്ങനെയാണ് ഇനി കാണിച്ചിട്ടുള്ളത്. ഞാൻ നോക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങോട്ട് വെക്കും. ഇതിന് ശേഷം കൂട്ടിയിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പെൻസിൽ വെക്കാം. പിന്നെ വേറെ ഒന്നൊരു സാധനം കിട്ടായിരുന്നു. എന്താണെന്ന് അറിയാൻ ഞാൻ നോക്കട്ടെ. വല്ല കൂട്ടാൻ വല്ലതും വേണം. ഇത് കവറിൽ കാണിച്ചുകൊണ്ട് കൂടി എളുപ്പമാണ്. ഇത് ഇങ്ങനെയായിട്ടാണ്. പിന്നെ അതിൻ്റെ പെൻസിലില്ലേ, പെൻസിൽ കിട്ടും. ആ പെൻസില് നമുക്ക് ഇതിൽ വെക്കാനായിട്ടാണ്. അപ്പം
അപ്പം ഞാൻ പെട്ടെന്നെല്ലാം കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് ട്യൂഷൻ്റെ ഇതൊക്കെ പഠിക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാൻ കാണിക്കാം. ഷടപടി ഓക്കെ. പിന്നെ നമ്മുടെ ഇത് കോമ്പസ്, പിന്നെ അളവെടുക്കാനുള്ള ഒരു സാധനം, പിന്നെ റബ്ബർ ഇരിക്കും ഇതിൻ്റെ അകത്ത്. എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് കാണിക്കാം. മഞ്ഞ റബ്ബർ, പിന്നെ നമ്മുടെ മഞ്ഞ കട്ടർ, ഇതൊക്കെ മിക്കവർക്കും അറിയാം. പിന്നെ ഇത് പെൻസില്, ഓക്കെ. ഇത്രയുള്ള ഈ സാധനം. അടുത്തത് ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് ഒക്കെ കാണിക്കാൻ പെട്ടെന്ന് ആട്ടെ. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സിൽ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ 2 ജോഡി ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ചെരുപ്പ്. പിന്നെ ഇതിൻ്റെ കുപ്പി ഒരിതാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്നാക്ക് ബോക്സ്, ഞാൻ ബാർബി ടീമാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് കിട്ടും. പിന്നെ ഇത് എടുത്തിട്ട് എനിക്ക് ഇത് 2 ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്നത്തെ എല്ലാം വെക്കാൻ പറ്റും. കുപ്പിയും ലഞ്ച് ബോക്സും എല്ലാം വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ലഞ്ച് ബോക്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു കറി വെക്കാനായിട്ട് കുറച്ച് തട്ടി